എന്തോരം ഗിഫ്റ്റാ കിട്ടിയേക്കുന്നതെന്ന് അറിയാവോ? ഇഷ്ടം പോലെ എല്ലാം നല്ല വിലപിടിപ്പുള്ളതാന്ന് തോന്നുന്നു. നല്ല വെയിറ്റ്. എന്റെ പൊന്നടി, എല്ലാരും പറഞ്ഞറിയാമോ, ഈ അടുത്ത കാലത്ത് ഇതുപോലൊരു കല്യാണം ഈ കരയിൽ നടന്നിട്ടില്ല എന്നാണ് പരക്കെ ഒരു സംസാരം. രമണിയുടെ കണ്ണ് ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ തള്ളി ഇങ്ങനെ വരുന്നു. പെണ്ണിനെ കണ്ടതുമല്ല, അവളുടെയൊക്കെ ഭാവം അങ്ങ് മാറി കേട്ടോ. എന്റെ പൊന്നെ, ഒരു 2500 പേരെങ്കിലും വന്നിട്ടുണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. എന്തോരം തിരക്കായിരുന്നു, എന്തൊരു ആൾ. സദ്യ എന്തൊക്കെ സദ്യയായിരുന്നു. ഞാൻ കഴിച്ചില്ലടി. ഞാൻ എങ്ങനെ കഴിക്കും? എനിക്ക് ഈ മുണ്ട് അഴിഞ്ഞു പോയിട്ട് അത് കൊടുക്കാൻ പോലുള്ള ഒരു അവസരം തരണ്ടേ? എന്റെ കയ്യെ പിടിച്ച് ഞെക്കി 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 ഞാൻ നോക്കുമ്പോ എന്റെ പശുവിന്റെ അകിട് പോലെ എന്റെ കൈ വീർത്തിരിക്കണം. സാരില്ല, നിങ്ങൾ വിഷമിക്കണ്ട. കുറച്ച് പായസം ഞാൻ അവര് ഇന്നലെ വൈകിട്ട് വന്നപ്പോ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ചൂടാക്കി തരാം. എനിക്കൊന്നും പഴങ്കഞ്ഞു കുടിക്കാനല്ലേ എനിക്ക് വിധിച്ചിട്ടുള്ളൂ. എന്ന് നമ്മുടെ കൊച്ചിന്റെ കല്യാണത്തിനല്ലയോ, നമ്മൾ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. അതല്ലടി, നമ്മളിന്നലെ കിടന്നുറങ്ങുമ്പോ 2, 2:30, 3 മണിയായി. ഇന്നലെ 8 മണിക്ക് ഉറക്കം വരാന്ന് പറഞ്ഞ് കോട്ടുമായിട്ട് ചെന്ന് കയറിയവൻ അവൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അവർ രണ്ടുപേരും പിള്ളേരല്ലേ, ക്ഷീണം കാണും. അവനോടെ കിടക്കട്ടെ, അല്ലെങ്കിൽ തന്നെ 11 മണിക്കല്ലേ അവൻ എഴുന്നേക്കുന്നത്. അതൊന്നും അല്ല, അങ്ങനെയൊന്നും പോരാ. പക്ഷെ പെങ്കൊച്ച് എഴുന്നേറ്റ്. പെങ്കൊച്ച് രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ചായ ഇട്ട് പലഹാരം ഉണ്ടാക്കി ഉച്ചക്കത്തേക്കുള്ള ചോറ് വരെ അവള് റെഡിയാക്കി. ഇതുപോലൊരു മരുമോള്, എന്റെ ദൈവമേ, ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയത്. അങ്ങനെ പുകഴ്ത്താൻ നിൽക്കണ്ട. പെരപ്പുറം തൂക്കം പുത്തനച്ചി. അതെന്തേലും ആട്ടെ, പക്ഷെ ഞാൻ എന്റെ മരുമോളെ എന്റെ ഈ കൈയുടെ വെള്ളയ്ക്ക് കൊണ്ട് നടക്കും. ഇപ്പൊ മറ്റവൻ നാണം കെടുത്തൂട്ടോ നമ്മുടെ മോൻ. ആ കൊച്ചു 6 മണിക്ക് എഴുന്നേറ്റില്ലേ? എടി, അവനെ വിളിക്കടി ഇങ്ങോട്ട്. അവൻ നിന്ന് ഉറങ്ങിക്കോട്ടെ ഏട്ടാ. എന്തിന്? അവൻ ഉറങ്ങുന്നുള്ള, അവൻ ഒരു ക്ഷീണം ഉണ്ടാവില്ല. അവൻ എന്റെ അമ്മോൻ, അവൻ നിന്ന് കത്തും. വിളിക്കവന്. മനുക്കുട്ടാ, ഓ വാടാ ഇങ്ങോട്ട്. ഏതാടി ഉണ്ണിയാർച്ച? നമ്മുടെ മോനാ. അയ്യേ, മോനായിരുന്നു. ഇതന്നെ നിന്റെ മൂക്ക് കടിച്ചു പറിച്ചോ? കൊച്ചെന്തേ? ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞല്ലടാ ഉള്ളു, അപ്പോഴത്തേക്കും കൊച്ചോ? അല്ല മോളൂസ് എന്തേന്ന്? അല്ല, നമ്മുടെ മുമ്പിൽ നമ്മൾ പറഞ്ഞു കേട്ടോ ഒരു പെണ്ണിനെ മോളൂസ് എന്തേന്ന്. പക്ഷെ ഇപ്പൊ അങ്ങ് സൃഷ്ടിക്കണ്ടായിരുന്നു തോന്നി പോവായിരുന്നു. തമ്പുരാട്ടിമാര് വന്ന് നിൽക്കണായിരുന്നു. നിൽക്കും അവൻ കുഞ്ഞല്ലേ അവൻ. ബ്ലേച്ഛകരം അല്ലടി. ഞാനും നമ്മളും അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട. അവളെ അടുക്കള കണ്ടില്ലല്ലോ. അവളെ അടുക്കള നീ ഷട്ടിടാൻ പോയല്ലേ? ആണ്, എന്റെ ഇടയ്ക്കൂടെ അടുക്കള വഴി ഒന്ന് പോയി. ചായ കുടി അച്ഛാ. അവള് തന്നെ കൊണ്ടുവന്ന അവളെ ഇതല്ലേ, ഇതാ ഇത് ബിസ്ക്കറ്റ് പിടിച്ച്. നല്ല ചായ. ഇത് മോളിട്ടാണോ? അതെ അമ്മേ. ഇതുപോലൊരു ചായ ഞാൻ കുടിച്ചിട്ടില്ല. ചേട്ടൻ ചായ ഒന്ന് കുടിച്ച്. മധുരം അടി. ഷുഗർ വന്ന് മഹർഷിയുടെ കൂട്ടം വെള്ളം നിൽക്കുക. നല്ല തേനീറ്റ കൂട് കൂട്ടും ചുണ്ടത്ത്. അതെ, അച്ഛൻ വിളിച്ചിരുന്നു. എന്താ പറഞ്ഞ? ഇന്ന് അവരിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അച്ഛാ, അവിടെ വീട്ടിൽ നിന്നേ അവിടെ അച്ഛനും അമ്മയും കൂടെ ഒക്കെ ഇങ്ങോട്ട് വരുന്നെന്ന് പറയുന്നു. അപ്പൊ അവര് എന്തെങ്കിലും നമുക്ക് ചിക്കനും വല്ലതും ഒന്നും മേടിക്കണ്ടേ? എടാ, അവനോട് 1 കിലോ അരി മേടിക്കാൻ പറഞ്ഞ പുറത്തു പോകാത്തവൻ അവന് ചിക്കൻ മേടിക്കണം. അവരാദ്യമായിട്ട് വരുന്നതല്ലേ അച്ഛനും അമ്മയും, അപ്പൊ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി. സുഖിപ്പിക്കാനാണെങ്കിൽ ചിക്കൻ മേടിക്കണ്ടേ? ചിക്കന്റെ തൂല് മേടിച്ച് അച്ഛന്റെ ചെവിയിലിട്ടൊന്ന് കറക്കി കൊടുത്താൽ നല്ല സുഖമായിരിക്കും. കറീനേക്കാളും സുഖമായിരിക്കും. അല്ല അച്ഛാ, എന്തെങ്കിലും കൊടുക്കണ്ടേ? അതെല്ലാം ഇവിടെ കാലാക്കട്ടെ. നീ ഇതൊന്നും അറിയണ്ട. ഞങ്ങൾ തറവാടികളാ. മോളുടെ അച്ഛനും അമ്മയും വരുമ്പോ ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള വരെ ഞങ്ങൾക്ക് അറിയാം. പൊന്നു മോളാ, മോള് എല്ലാരും അങ്ങ് നോക്കും. എന്തൊരു അസൂയായിരുന്നു അറിയാം എല്ലാവർക്കും. അച്ഛനും അമ്മയും വന്നു കേട്ടോ. ഒരു വന്നല്ല വന്നാട്ടെ. ആണിയുണ്ടോ? അച്ഛൻ ഇന്നലെ നീ പോയപ്പോ വീണതാ കട്ടില്. പിന്നെ അവിടുന്ന് എണീച്ചിട്ടില്ല, പട്ടിയെ പോലെ നിന്ന് കിടന്ന് കരയായിരുന്നു. അങ്ങനെയല്ല, ഭയങ്കര കരച്ചിലായിരുന്നു മോള് പോയ. പിന്നെ ചെല്ലങ്ങോട്ട് പോ. ചേട്ടാ, മോളൊന്ന് നോക്ക്. സങ്കടം കൊണ്ടാണേ പിരിഞ്ഞിരുന്നിട്ടില്ല. അറിയാലോ. അങ്ങനെയാണല്ലേ. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതിന് ഫസ്റ്റ് നൈറ്റ് ഇവരുടെ എല്ലാരും. നിങ്ങൾ എന്താ ഉറങ്ങാൻ? അതല്ല, ഇന്നലെ ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഇന്ന്
ചേട്ടന്റെ 2 കണ്ണൂടെ ഞാൻ പ്രാർത്ഥിക്കാം. അല്ല ഉറക്കം കിട്ടാൻ പ്രാർത്ഥിക്കാന്ന് ഉദ്ദേശിച്ചേ. അല്ല ഞങ്ങൾ ഈ മകള് ജനിച്ചതിന് ശേഷം ഞാൻ അപ്പുറവും ഇവളിപ്പുറവും ഇനി നടുക്ക് ഇവളുമാണ് കിടക്കുന്നത്. സെന്ററിൽ ഇവളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഉറക്കം വരുള്ളൂ. ഞങ്ങളില്ലാതെ അവളില്ലാതെ ഞങ്ങൾ ഉറങ്ങാറില്ല. ഇന്നലെ തപ്പി നോക്കി സെന്ററിൽ ഉറക്ക ഗുളിക പോലെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. ഇപ്പൊ മോളിപ്പോ സെന്ററിൽ കിടന്ന് സെന്ററിൽ ആളില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോ അത് ചേട്ടാ നമുക്ക് മനസ്സിലാവും ചേട്ടാ, നിങ്ങക്ക് സങ്കടം ഉണ്ട്, ഒറ്റ മോളല്ലേ. വേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നതല്ല. പോയ ശേഷം വീട് ഉറങ്ങി ഞങ്ങളും ഉറങ്ങിയിട്ടില്ല. കരയാതെ ഞാനൊരു കാര്യം ചെയ്യാം, മോളെ കൊണ്ട് പോവുക. ഇവൻ സന്ധ്യയാകുമ്പോ വരട്ടെ. രാത്രിയാകുമ്പോ പറ്റേന്നോ? അല്ല പിന്നെ അവനും ഇടയ്ക്ക് അങ്ങോട്ട് വരട്ടെ. ഇടയ്ക്ക് ഒരു ഞായറാഴ്ചക്ക് ഇവിടെ വന്ന് നിൽക്കാമല്ലോ. ഇനിയിപ്പോ കൊച്ചാട്ടൻ എന്തോ പറഞ്ഞാലും ഞങ്ങള് കൊച്ചിനെ വിടത്തില്ല. ഇങ്ങോട്ട് ഇരുന്നാട്ടാ. ഒന്നാമത്തെ കാര്യം ഈ മോള് പോയതിനു ശേഷം ഉണ്ണാനും ഉറങ്ങാനും നടക്കാനും ഇരിക്കാനും തിന്നാനും പറ്റാത്തൊരവസ്ഥ. സങ്കടപ്പെടാതെ. വിഷമാണ് മോളെ അത്ര ചെയ്യുന്നത്. കണ്ണീരും മക്കളിങ്ങനെ അമ്മ ഒരു കാര്യം വരട്ടെ. അതെ, ഇതാണ് നിന്റെ അച്ഛനും അമ്മയും. അയ്യോ, അപ്പൊ എന്നെ ദത്തെടുത്തതാണോ? ഇതെന്റെ സഹോദരനാണോ? അയ്യോ അതിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു അയ്യോ അയ്യോ അങ്ങനല്ലെന്ന്. ഇന്നലെ വരെ ഞങ്ങളായിരുന്നല്ലോ അച്ഛനും അമ്മയും. ഇന്ന് മുതൽ ഇതാണ് അവളുടെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞതാണ്. ഞാനങ്ങ് കള്ളി വിളിച്ചെത്താ ഉള്ളം എരിഞ്ഞു പോയി. ഒരു നിമിഷം നിങ്ങളെ ഞാൻ അങ്ങ് തെറ്റിദ്ധരിച്ചല്ലോ മനുഷ്യ. ഞാനും അങ്ങ് തെറ്റിദ്ധരിച്ചടി. അപ്പൊ പിന്നെ നമ്മള് മോളായിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നാ. അല്ല അയ്യോ മോളെ ഞങ്ങള് വിടത്തില്ല, ഈ വീടിന്റെ വിളക്ക. അപ്പൊ മോനിനി എന്നു മുതലാ പോയി തുടങ്ങണത്? എവിടെ പോവാൻ? ഇവിടെ നോക്കടാ. എന്നാണ് ഇനി പണിക്ക് പോയി തുടങ്ങുന്നത്? ഞാൻ അടുത്ത ആഴ്ച പോകണം. ഇവന്റെ നോട്ടം കാരണം ആ കൊച്ചിന്റെ തലയിൽ 5 പേൻ നിന്ന് കത്തുവാ. ഹണിമൂൺ എങ്ങോട്ടാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്? അച്ഛാ ഒരുപാട് നാളത്തെ ആഗ്രഹം ഗോവയിലൊന്ന് പോണോന്ന്. നല്ല സ്ഥലമാ ഗോവ. അപ്പൊ 2 ടിക്കറ്റും ബുക്ക് ചെയ്ത്. പക്ഷെ വെക്ക് വരാൻ താല്പര്യമില്ല. അച്ഛനൊന്ന് പറഞ്ഞേ. എന്നാ മോളെ ഗോവക്ക് പോവാത്തത്? എടി ഗോവക്ക് പോവും. ഓ നല്ലതല്ലേ? ഞാൻ പോണില്ല അച്ഛാ. അവള് വരുന്നില്ല എന്താ പറഞ്ഞു. ടിക്കറ്റും ബുക്ക് ചെയ്തു? ടിക്കറ്റും ബുക്ക് ചെയ്ത്. അല്ലെ ക്യാൻസൽ ചെയ്തേക്കാൻ. ക്യാൻസൽ ചെയ്യണ്ട, ഞാൻ വരാം. ഞാൻ വരാം. അച്ഛനും വരുന്നുണ്ട്. ഇവളും വരും. അതെ, ഞാൻ വന്നില്ല ശരിയാവില്ല. മരുന്നൊക്കെ അച്ഛന്റെ മരുന്നൊക്കെ ഞാനാണ് നോക്കുന്നത്. എന്നാ നമുക്ക് 4 പേർ കൂടെ പോകാം, കുഴപ്പമില്ല. 4 പേരല്ല, നമ്മളിപ്പോ 3 പേരും കൂടി ആയില്ലേ? അത് നമ്മൾ 3 ആളായില്ലേ? ചേട്ടന്റെ പെർമുട എന്തിയാ, കറുത്ത പെർമുട? അത് ഞാൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു മതിരി അടി ഇവിടെ ഒന്ന് പൊട്ടി. എന്നാലും കുഴപ്പം ഇങ്ങനെ അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കാം, കുഴപ്പമില്ല. അച്ഛന്റെ പെർമുട ഉണ്ട് മക്കളെ. അമ്മയും വരുന്നുണ്ടോ? അച്ഛനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുമോ? അമ്മയും വരും. 2 പേരും ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് എല്ലാവരും കൂടെ 15 സീറ്റിന്റെ ടാറ്റ സുമോ ബുക്ക് ചെയ്താൽ അല്ല, ഞാൻ ചെയ്യട്ടെ. നമ്മള് എല്ലാരും കൂടെ പോകുമ്പോ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്ന കാര്യമുണ്ടോ? നമ്മുടെ മോളോട് കൊച്ചു വരട്ടെ. നീ വന്നോടി. കൂട്ടിയിട്ട് നമുക്ക് പോവാം. വിരുന്നുകാരൊക്കെണ്ടല്ലോ. അതെ, ഇന്നലെ രാത്രി ഞാൻ ഒരു പോളെ കണ്ടടച്ചിട്ടില്ല. എടാ എന്റെ കൊച്ചു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ ആരും കണ്ണടക്കുന്നില്ലേ? അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ്, അതായത് എന്റെ വക ഒരു കോംപ്ലിമെന്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഞാൻ മോടെ ഒരു ഫോട്ടോ ഇന്നലെ രാത്രി ഓറക്കളച്ചിരുന്ന് അങ്ങ് ഡിസൈൻ ചെയ്തു. അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്, നോക്കിക്കേ. എല്ലാരും പറഞ്ഞു നിന്റെ തന്നു കഴിഞ്ഞാൽ ഫോട്ടോയും വീഡിയോയും സമയത്തിന് കിട്ടത്തില്ലെന്ന്. പക്ഷെ നീ കറക്റ്റിന് കൊടുത്ത. അല്ല, നമ്മുടെ ഈ കല്യാണത്തിന്റെ ആൽബം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഒരാഴ്ചക്കുള്ളിൽ റെഡിയാക്കി ഇങ്ങോട്ട് തരാം. പക്ഷെ ഇന്ന് എന്റെ വക നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് നോക്കാം. ഞാനൊന്ന് അങ്ങോട്ട് പൊക്കട്ടെ. എന്നെ വിളിച്ച് പറയണം. ശരി ശരി ശരി. അവന്റെ കോംപ്ലിമെന്റ് കാണാൻ കൊതിയായി. ഇവള് പിന്നെ ഫോട്ടോ ചിരിക്കുക ഏത് പൊസിഷനിൽ എടുത്താലും. അയ്യോ അയ്യോ, എങ്ങനെയുണ്ട്? എന്റെ വായന വേറെ വല്ലതും വന്നേനെ. മോളെ നേരിട്ട് കാണുന്നതിലും നല്ലത് ഫോട്ടോയിൽ കാണാതിരിക്കുന്നതാ. എന്താ മോളെ ഫോട്ടോയിൽ കാണുന്നതിലും നല്ലത് നേരിട്ട് കാണാതിരിക്കുന്നതാ. അല്ല, നേരിട്ട് കാണാനാണ് ഭംഗി ഭംഗി ഭംഗി. എല്ലാവരും ഞങ്ങളുടെ പരിസരത്തൊക്കെ ഇവള് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കണ്ണെടുക്കും. ചേച്ചി പിന്നെ കല്യാണത്തിനെ ഈ ഒരു മാല ഏതായിരുന്നു ചേച്ചി? വലിയ മാല? ഇല്ല, 2 മാല ഉണ്ടായിരുന്നുള്ളൂ. ഇത് 2 മാല ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇതിപ്പോ 3 മാല ഉണ്ടല്ലോ കഴുത്തിലേ. അത് അല്ല, ഞങ്ങള് പക്ഷെ 2 മാല കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. നമ്മള് വീട്ടിൽ കൊച്ചിന് ഞാൻ നിലവിളക്ക് കൊടുക്കുന്ന സമയത്ത് കൊച്ചിന്റെ കഴുത്തേല് 2 മാല ഉള്ളായിരുന്നു. അല്ല, ഞങ്ങള് 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫോട്ടോയിൽ കണ്ട കല്യാണത്തിന് ഇറങ്ങുന്ന സമയത്തുള്ള ഫോട്ടോയാ ഇത്. കതിർ മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്ത് ആ സമയത്ത് കൊച്ചിന്റെ കഴുത്തിൽ 3 മാല ഉണ്ടായിരുന്നു. അല്ല, ഒരു താലിമാലയും ഒരു നക്സലൈറ്റും. നെക്ലേറ്റ് അല്ല, നെക്ലേസ് 2 ഉണ്ടായിരുന്നുള്ളൂ ചേട്ടാ. ഞങ്ങളെ മോൾക്ക് ഭയങ്കര സിമ്പിൾ ആണ്. മോള് ഇവിടെ ഉണ്ടമ്മേ. ഒന്നുണ്ട് മക്കളെ, ഒന്നുണ്ട്, അതമ്മയ്ക്ക് അറിയാം. പക്ഷെ നമ്മള് നോക്കിക്കേ മക്കളെ, വീട്ടിലേക്ക് നിലവിളക്ക് കൊടുത്ത് കേറിയപ്പം കൊച്ചിന്റെ കഴുത്തിൽ 2 മാല ഉള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ കണ്ട മണ്ഡപത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എടുത്ത ഫോട്ടോയാ ഇത്. ഇതില് 3 മാലയും. ആദ്യത്തെ താലിമാല 10 പവന്റെ നമ്മള് വേറെ, പിന്നെ ഒരു മാല, അങ്ങനെ ഞങ്ങള് 2 മാല വീട്ടിൽ നിന്ന് കൊടുത്തുള്ളൂ അവളുടെ കഴുത്തില്. ഞാൻ കള്ളം പറയും, ഇവള് കള്ളം പറയും, ഇവൻ കള്ളം പറയും, മൊത്തം കള്ളം പെരും കള്ളം പറയും, ക്യാമറ കള്ളം പറയില്ല. അത് ഉദ്ദേശിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ ഞങ്ങള്
രണ്ടെണ്ണേ അതെ കൊടുത്തു. രണ്ടെണ്ണം 2 മാല ഇട്ടുള്ളൂ. കതിർ മണ്ഡപത്തിൽ ഇരിക്കുമ്പോ 3 മാലയുണ്ട്, സദ്യ കഴിക്കുമ്പോ 3 മാലയുണ്ട്, അച്ഛനെ പിടിക്കുമ്പോഴും 3 മാലയുണ്ട്. പക്ഷെ അമ്മയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് കൊച്ചു തിരിയുമ്പോ 2 മാലയുണ്ട്. അല്ല പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഒന്ന് ഞാൻ എടുത്തെന്നാണോ പറയണേ? അതിപ്പോ നിങ്ങൾ എടുത്തെങ്കിൽ ഇങ്ങനെ തന്നേക്ക്. പെണ്ണുമ്പളെ എന്റെ വായിലിരിക്കണത് ചൊറിഞ്ഞു കയറുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ എന്റെ തോന്നിയത് കിടന്ന് പറ. വായിൽ ചൊറിച്ചിലാണ് ഈ എന്തെങ്കിലും കാണിക്കണേ. ദേ, എന്റെ മോളെ മാല ഞാൻ എടുക്കത്തില്ല. നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ കുടുംബത്തെ വെച്ചാൽ മതി കേട്ടോ. ഫോട്ടോഗ്രാഫർ സത്യസന്ധനായിട്ട് അവൻ അത് കൊണ്ടുവന്നു. ഞങ്ങളിത് അറിയുമോ? നേരത്തെ നിന്റെ കെട്ടിയ മൊത്തം മൊത്തം കള്ളന്മാരാണ്. നിങ്ങൾ തന്നെയായിരിക്കും കട്ടിട്ടുള്ളത്. പെണ്ണ് കാണാൻ വന്നപ്പോഴേ അവര് പറഞ്ഞതാണ്. എടാ കൂടെ ടീമാണ്. നിന്റെ ഈ പുളുന്താ മോനെ എന്നെ മോളെ പോലെ ഒരു മോളെ കിട്ടിയതല്ലേ കിടക്കും. അയ്യോ ചട്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നു. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയം കോഴിക്കോട് നിർത്തിക്കോ. ഒരു കല്യാണത്തിന്റെ അന്ന് പോലും ഡൈ അടിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒരുത്തിനോട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനിയിപ്പോ എന്തായാലും ഞങ്ങളുടെ മോൻ ഇവിടെ നിൽക്കും. നിങ്ങളുടെ മോളെ കൊണ്ടുപോയി നിങ്ങളുടെ മോളെ ഞങ്ങളെ മോളെ നിർത്തുന്നില്ല ഇവിടെ. നിർത്തണ്ട. ഞങ്ങൾ വീട്ടിൽ അയ്യോ വേണ്ടടി. നിനക്ക് ഇവിടെ വേണ്ടല്ലോ. വേണം. അയ്യോ വേണോടാ നിനക്ക്? വേണം. വേണോടാ നിനക്ക്? വേണ്ട. വേണ്ട. ഇവർക്ക് വേണ്ട. വേണ്ട. ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കാശ് ചെലവാക്കില്ല. അതെ അഡ്വാൻസ് എന്തെങ്കിലും ഇച്ചിരി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാ. ഡാൻസ് ഇപ്പൊ കിട്ടും. എടാ, എന്ത്? മോനെ നീ ദൈവദൂതനെ പോലെ വന്നത്. എന്താ നീ ചേച്ചി? കൃത്യസമയത്ത് വന്നില്ലാണെങ്കിൽ ഈ കള്ളിയെ ഇവരുടെ കുടുംബത്തെ ഞങ്ങൾ വായിച്ചേനെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ജീൻസ് ഇട്ട ദൈവദൂതനെ ഞാൻ കാണുന്നത്. അയ്യോ ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലോ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ബഹളം തുടങ്ങിയല്ലോ. ഇതെന്താ കാര്യം എന്തത്? നീ ഈ ഫോട്ടോ കൊണ്ടുവന്നില്ലാണെങ്കിൽ ഈ കള്ളിയെ ഞങ്ങൾ വെച്ച് പറയരുത് ഞാൻ പറഞ്ഞു. ബഹളം ഉണ്ടാക്കാത്ത കാര്യം എന്നാ പറയും. ഫോട്ടോയ്ക്ക് എന്നെ കുഴപ്പം. ഞാൻ എന്ത് തെറ്റ്? ഈ പെണ്ണ് 2 മാല ഇട്ട ഈ പേരക്കകത്തോട്ട് കയറി വന്നത്. നമുക്ക് 3 മാലയുണ്ട്. നീ നോക്കിക്കേ. ഒരു മാല ഈ താലിമാല ഈ നെക്സലൈറ്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഈ മൂന്നാമത്തെ മാലയാണ് നിങ്ങളുടെ പ്രശ്നം. മൂന്നാമത്തെ മാലയാണ് ഞാൻ ഈ മൂന്നാമത്തെ മാല. ഞങ്ങൾ കൊടുത്തില്ലായിരുന്നു. എന്റെ പൊന്നെ ഇതിനാണോ നിങ്ങൾ കിടന്ന് ഈ ബഹളം എല്ലാം ഉണ്ടാക്കുന്നത്? ബഹളമല്ല, ഡൈവോഴ്സറാ ഡൈവോഴ്സ്. ചേട്ടാ ബഹളം ഉണ്ടാക്കല്ലേ. ഞാൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഉറക്കളച്ചിരുന്ന് ഞാനിത് ഡിസൈൻ ചെയ്തെന്ന്. പെണ്ണിനൊരു ഭംഗി കൂടിക്കോട്ടെ എന്ന് കരുതി ഒരു മാല ഞാൻ എക്സ്ട്രാ ഡിസൈൻ ചെയ്ത് ഫിറ്റ് ചെയ്തതല്ലേ. എന്റെ വല്ല കാര്യമുണ്ട് ഇതിന്റെ പേരിൽ? ശേ അടിപൊളിയല്ലേ. നിങ്ങൾ നോക്ക്. പറഞ്ഞല്ലായിരുന്നു അതവൻ ഡിസൈൻ ചെയ്ത് കയറ്റിയതായിരിക്കും. അല്ല അത് എന്റെ പേരിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ല. കാരണം ഞാനൊരു ഭംഗി കൂടിക്കോട്ടെ എന്ന് കരുതി ചെയ്താ അത് ഇവിടെ സോൾവ് ചെയ്യും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് അതെ അമ്മ ഡൈവോഴ്സ് ആയ ഡൈവോഴ്സ്. ഒരു കാര്യം പറയാം. എന്തായാലും പരസ്പരം അങ്ങോട്ടൊരു തെറ്റിദ്ധാരണ പുറത്ത് സംഭവിച്ചു പോയതാ. അത് തന്നെ. എല്ലാം ഒന്ന് മറക്കാൻ വേണ്ടി നമ്മൾ ഹണിമൂണ് ഗോവയിൽ പ്ലാൻ ചെയ്ത പോലെ അടുത്ത ആഴ്ച നമ്മൾ പോകുന്നു. ഓക്കെ ആണല്ലോ? അടിപൊളി ഉഗ്രൻ. അത് വേണം. പക്ഷെ എന്റെ വക വീണ്ടും ഒരു കോംപ്ലിമെന്റ് കേട്ടോ. നിങ്ങൾ പോകുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ ഉറക്കളച്ചെന്ന് ഡിസൈൻ ചെയ്ത് മനോഹരമായ ഒരു കുടുംബ ഫോട്ടോ നിങ്ങൾക്ക് അങ്ങ് തരാം. വേണ്ടേ? കണ്ടോ കണ്ടോ കല്യാണ കഥ